ഹേ ഗായ്സ്, ആൽബിനാണ്. യെസ്, ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത കൂലി, അതായത് സൂപ്പർ സ്റ്റാർ രജനികാന്ത്, സൗബിൻ ഷായർ, ഉപേന്ദ്ര, നാഗാർജുന, സത്യരാജ്, ശ്രുതി ഹാസൻ, പൂജ അടിച്ച് അങ്ങനെ വൻ കാശോടുകൂടി വന്ന സിനിമയാണ് കൂലി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള വീഡിയോസിന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ കൂലി റിവ്യൂലോട്ട്. കൂലി പവർ ഹൗസ് എന്നാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് അത്ര പവറായിട്ടും തോന്നിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ രജനികാന്ത് സിനിമ കണ്ട പോലെയാണ് എനിക്ക് ഫീലായിട്ടുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോകേഷ് പടം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. മീൻസ് കഴിഞ്ഞ പടം ലിയോയിലായാലും ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് ഇത്തിരി ഫ്ലാഷ് ബാക്ക് സീൻസൊക്കെ ഇത്തിരി പ്രശ്നമാണെങ്കിലും പടം ഒരു കുഴപ്പമില്ലാത്തൊരു പടമായിരുന്നു. അതുപോലെ വിക്രമായാലും കൈദിയായാലും അമ്മാരി മേക്കിംഗ് വൈസ് കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞാൽ അടിപൊളി തന്നെയാണ്. പക്ഷെ ഒരു ടിപ്പിക്കൽ പരിപാടി പിടിച്ച പോലെ തോന്നിയിട്ടുണ്ട്. അതിൽ ഈ ഉപേന്ദ്ര, നാഗാർജുന, സൗബിൻ, പിന്നെ അമീർ ഖാൻ ഇവരൊക്കെ വെറുതെ കുത്തിക്കയറ്റി പോലെയാണ് എനിക്ക് തോന്നിയത്. അവരൊക്കെ വരുമ്പോൾ ഭയങ്കര അമ്മാരി ഇൻട്രോയ്ക്കാണ് വരണത്. പക്ഷെ ഒരു 20 സെക്കൻഡ് വരെ അവർ ഭയങ്കര പൊരിടാക്കളായിരിക്കും. പിന്നെ അവിടെ നിങ്ങൾ വലിയ ആളാവില്ല. ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാനായിട്ട് പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്ര വലിയ കാസ്റ്റ് കൂടിയിട്ട് വരുന്ന എന്താ പറയണ്ടേ, ജയിലറിന് അത്ര പോലും എനിക്ക് ഒരു ഫീല് കിട്ടിയില്ല ഈ പടത്തിൽ. പിന്നെ എടുത്തു പറയണത് അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ്. അത് ഈ പടത്തിനെ നല്ല രീതിക്ക് താങ്ങി നിർത്തിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയണ്ടേ. പക്ഷെ ചില പോയിന്റ്സിലൊക്കെ ഇത്തിരി ഡൗൺ ആയ പോലെ തോന്നി. രജനികാന്തിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂലിയായിട്ടാണ് അതിൽ. അപ്പം ആളുടെ കൂട്ടുകാരനെ നിൽക്കുമ്പോൾ തിരിച്ച് പണിയാൻ വരുന്ന പരിപാടിയാണ്. ഏതൊരു ഇൻ്റർവ്യൂവിൽ നമ്മൾ പറഞ്ഞ കേട്ടതാണ്, ഇൻ്റർവ്യൂയുടെ സമയത്ത് നിങ്ങൾ എണീറ്റ് നിൽക്കും എന്നാണ് പറഞ്ഞത്. എനിക്കങ്ങനെ അത്ര ഗൂസ്ബംസ് ഒന്നും തോന്നിയില്ല. പടത്തിൽ ആകൂടി ഒരു നല്ലൊരു ഫാക്ടർ തോന്നിയത് ഫ്ലാഷ് ബാക്ക് സീൻസാണ്. അതൊരു വേറൊരു വൈബായിരുന്നു, അതൊരു അടിപൊളി സീനുകളായിരുന്നു. പിന്നെ നാഗാർജുനയ്ക്കായാലും അത്ര കൊടൂര വില്യനസൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. അവിടെ ഒരു ഒറ്റ പോയിന്റിലാണ് ഒരു പെണ്ണിനെ കലക്കണ ഒരു സീനുണ്ട്, അത് അടിപൊളി സീനാണ്. അത് മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. വേറൊന്നും നാഗാർജുനയ്ക്ക് വലിയ റോൾ തോന്നിയില്ല. നാഗാർജുനേക്കാൾ അടിപൊളി റോൾ എനിക്ക് തോന്നിയത് സൗബിനാണ് എനിക്ക് ഇതിലൊരു വില്യനിസം തോന്നിയത് പുള്ളിക്കാരൻ്റെയാണ്. പിന്നെ ഉപേന്ദ്രയ്ക്കായാലും ഞാൻ പറഞ്ഞല്ലോ, ഒരു ആളുടെ ഇൻട്രോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആള് അണ്ണാ പറയും ഈ ഒരു പരിപാടിയാണ്. അമീർ ഖാനൊക്കെ അമ്മാരി ഇൻട്രോയിൽ വരെ വന്നിട്ട് നെജിരിപ്പോ പുള്ളിക്കാരനൊക്കെ കല്ലിയാക്കി പോലെയൊക്കെ തോന്നി. അതൊന്നും സിനിമ ആണെന്ന് മനസ്സിലാവും, എല്ലാം കൂടി ഞാൻ പറയാനില്ല. പിന്നെ സത്യരാജിന് അങ്ങനെ വലിയ കനായിട്ടുള്ള റോളൊന്നുമില്ല, അങ്ങനെ കുഞ്ഞ റോളാണ്. ശ്രുതിഹാസനുണ്ട്, ശ്രുതിഹാസനും കുഴപ്പമില്ല. എല്ലാവരും വന്ന് അങ്ങനെ തട്ടിമുട്ടി അങ്ങനെ പോയ പോലെ ഫീൽ ചെയ്തു. ഒരു ടിപ്പിക്കൽ തലൈവർ പടം അത്രേ ഉള്ളൂ. അല്ലാണ്ട് ലോകേഷ് പണിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ വലിയ പണ്ണാലൊന്നും പണിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇൻട്രോഡക്ട് സീനിൽ എണീറ്റിക്കെന്ന് പറഞ്ഞല്ലോ, അത് പറയേണ്ടിരുന്നത് വിക്രം ഇറങ്ങുന്ന സമയത്തായിരുന്നു. കാരണം വിക്രമിൻ്റെ ഇൻ്റർവെൽ സീന്, ക്ലൈമാക്സ് സീന് അമ്മാരി സാധനങ്ങളായിരുന്നു. അതുപോലെ ലിയോൻ്റെ ഇൻ്റർവെൽ സീനായാലും അടിപൊളിയായിരുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കൂലി ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രാഫി ആയാലും എഡിറ്റ് വൈസ് ആയാലും ഓക്കെയാണ്. മൊത്തത്തിൽ എന്തോ അവിടെ ഇവിടെ ഒരു മിസ് തോന്നുന്നുണ്ട്. പിന്നെ വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലൊക്കേഷൻ്റെ ഫൈറ്റ് സീൻസ് ഒക്കെ കാണാൻ ഭയങ്കര അടിപൊളിയാണ്. അതായത് ഇപ്പോൾ വിക്രമിൻ്റെ ഇൻ്റർവെല്ലിൻ്റെ ഫൈറ്റ് സീൻ ഒരു രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ ലിയോയിലത്തെ കോഫി ക്ലബിലത്തെ ഫൈറ്റിൽ അതും അടിപൊളിയാണ്. അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റുള്ള ഒരു ഫൈറ്റ് എനിക്ക് ഇതിൽ മിസ്സായി. പിന്നെ റിട്രോ സോങ്സ് വെച്ചിട്ടുള്ള പരിപാടി എനിക്കിതിൽ വർക്കൗട്ട് ആയെന്ന് എനിക്കങ്ങനെ തോന്നണില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിൽ പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെയറിൻ്റെ ഒരു പരിപാടി കൊണ്ടുവന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ലാത്തൊരു പരിപാടിയാണ്. അതാണ് എനിക്കൊരു പുതിയതായിട്ട് തോന്നിയിട്ടുള്ളത്. വേറെ ഒന്നും അങ്ങനെ വലിയ പരിപാടിയായിട്ട് തോന്നിയിട്ടില്ല. ഇത്ര വലിയ സ്റ്റാർ കാസ്റ്റോടുകൂടി വരുമ്പോൾ, അത്ര ബിൽഡപ്പോടുകൂടി വരുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും. ആ പ്രതീക്ഷ വെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട്
ഡിസപ്പോയിൻറ്റഡ് ആവാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇനി നിങ്ങൾ കണ്ടിട്ട് പറ ബാക്കി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനിയും ഇതുപോലൊരു വീഡിയോസിന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.